പപ്പ എന്തോന്നാ പപ്പ ഈ പറയുന്നേ? ബാലോചനൊന്നും അറിയത്തൊന്നുമില്ലായിരുന്നു. പപ്പ പറഞ്ഞു തരൊന്നും വേണ്ട. പപ്പ ഇപ്പൊ എവിടാ ഉള്ളത്? ഇവിടെ അടുത്തുണ്ടോ? ഇങ്ങോട്ടൊന്നും വരണ്ട. വരണ്ട പപ്പ, ഇങ്ങോട്ട് വരണ്ട. ഞാൻ വെക്കുവാ. സുഖല്ലേ അങ്കിളെ? പരമസുഖം. ആരെ ഭാഗ്യം കൊണ്ട് ഞാൻ ഇവിടെ ജീവനോടെ നിൽക്കുന്നത്. മറ്റേ ഇവിടെ ആര്? നിന്റെ കെട്ടിയോ? വിളി ഇങ്ങോട്ട്. വിഷ്ണു, വിഷ്ണു. എന്താടി ഞങ്ങളിപ്പോ വന്നു. അങ്ങനെ വന്നിട്ട് കൊറേ ആടാ. ഡേയ് ഞാൻ നിന്റെ ഫോൺ വിളിച്ചെടുക്കാൻ തറ. ഞാൻ ബാത്റൂമിലായിരുന്നു. നമ്പർ എന്റെ അടുത്ത് അടിക്കാൻ ലെറ്ററായി മുടിയാ. ഞാൻ നിങ്ങളുടെ കാര്യത്തിന് കൂടെ വന്നവനാണ്. ഇപ്പൊ എന്റെ കൂടെ ഒരുത്തനുമില്ല. ബാസ്യങ്ങളെ ഇവളുടെ പപ്പ അങ്കിളോട് ചെയ്യുന്നതിന് ഞാൻ മാപ്പ് വയ്ക്കുന്നു. പക്ഷെ ആ പപ്പ എന്തിനാ അങ്ങനെ അങ്കിളോട് ചെയ്ത്? എന്തിനാ? അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. ഞാൻ വലിയ കാര്യമായിട്ട് വിഷ് ചെയ്തിട്ട് പിന്നെ പറഞ്ഞ് നിങ്ങളെ കല്യാണം നടത്തിയത് ഞാനാണെന്ന് പറഞ്ഞ് തീർന്നതിനും പുറം ഒറ്റ ആടി കവാലത്തില്. അതുപോട്ട് അടിയും കൊണ്ടുകൊണ്ട് ഞാൻ അന്തം വിട്ട് അങ്ങോട്ട് പോയപ്പോൾ വണ്ടി കൊണ്ട് വന്നിരിക്കണ്ട ഇടിക്കാൻ. ഞാൻ എങ്ങനെയൊക്കെ അറിയാം രക്ഷപ്പെട്ടത്. ഇയാൾക്ക് എന്തിനത്? ഇയാൾക്ക് ഭ്രാന്താട്ടെ ഇയാൾക്ക്. അങ്ങളെ സത്യം പറഞ്ഞിട്ടല്ല, അങ്ങളാ കൊച്ചിന്റെ പപ്പയുടെ നിന്ന് രക്ഷപ്പെട്ടതാണ്. നിങ്ങളൊരു കാര്യം അറിയോ? ഈ കൊച്ചിന്റെ പപ്പയ്ക്ക് വേറൊരു സ്വഭാവമുണ്ട്. ഒരുപാട് കാശുണ്ടല്ലോ. അപ്പൊ ആരെങ്കിലും അടുത്ത് ദേഷ്യമൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അവരെ വണ്ടി ഇടിച്ച് കൊല്ലും. എന്നിട്ട് കാശ് കൊടുത്ത് ആ കേസൊക്കെ അങ്ങ് സോൾവ് ചെയ്യും. എത്ര പേരെ കൊന്നിട്ടുണ്ട്? 2 3 കൊറേ പേരെ കൊന്നു. പിന്നെ കൊറേ പേരെ കൊല്ലും. ഇതൊന്നും തേങ്ങാ പെട്ടണോ? ഇവിടെ നിയമം പോലീസൊക്കെ ഉണ്ട്. ബാസ്യങ്ങളെ ബാസ്യങ്ങൾ ഒറ്റയ്ക്കാണ്. ആങ്കിൾക്കാണെങ്കിൽ ഒരുപാട് പണമുണ്ട്, സ്വാധീനമൊക്കെ ഉണ്ടേ. ബാസ്യങ്ങൾ ഒറ്റയ്ക്ക് രാത്രി വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് അങ്കിൾ ആൾക്കാരെ വല്ലതും വിട്ട് അറിയാല്ല ബോഡി മാസങ്ങളോളം ആ വീട്ടിൽ ഒറ്റയ്ക്ക് കിടക്കും. ബാസി ഒറ്റയ്ക്കൊന്നുമല്ല. ബാസിയുടെ ദേഹത്ത് ഒരു തുള്ളി മണ്ണ് വീണെന്ന് അറിഞ്ഞാണ്ടല്ല പ്രാവച്ചമ്പല മൊത്തം ഇളകി വരും. ആ ഇളകി വന്നിട്ടല്ല, കൂടെ ആളും ഉണ്ട്. ആഹാ താനിവിടെ ഉണ്ടായിരുന്ന എല്ലാരും ഉള്ള ഒത്തുകളിയാണെന്ന് എനിക്ക് മനസ്സിലായി. എന്തോന്നാ പപ്പ ഇത്? തീരുമാനിച്ച് ഉറപ്പിച്ചങ്ങ് വന്നേക്ക് വന്നോ? ഉറപ്പിച്ച് വന്നിരിക്കുക. ഇതാണ് ഞാൻ പറയുമ്പോ അപ്പനെ ഈ ഏരിയയിൽ അടുപ്പിക്കരുത്. ഇപ്പൊ മനസ്സിലായ? അതെ, ഇവിടെ ആരും അടുപ്പിക്കൊന്നും വേണ്ട. എനിക്ക് തോന്നുമ്പോൾ ഞാൻ കയറി വരും. അതിനുള്ള റൈറ്റ് എനിക്ക് ഇവിടെ ഉണ്ട്. എനിക്ക് പിള്ളേരോടൊന്നും സംസാരിക്കാനില്ല. പേരൻസിനെ വിളിക്ക്. അച്ഛനും അമ്മയും ആരച്ഛൻ വിളിക്കും. എനിക്കതൊന്നും അറിയണ്ട. അച്ഛനമ്മ വിളിക്കണോ? വിളിച്ച് മുമ്പേ കൊണ്ട് ഇട്ടു. അമ്മ ഇവിടെ ഇരിക്കുകയാണ്. അമ്മ ഇവിടെ പുറത്ത് കിടക്കണ ബഹളമൊന്നും അമ്മ കേൾക്കണല്ലേ? ഓ എല്ലാം കേട്ട്. തലയ്ക്ക് സ്ഥിരതയില്ലാത്ത എല്ലാം കൊണ്ട് ഒത്തുകൂടി അല്ലേ? അമ്മ അതാണ്ട് അങ്ങനെ കിടന്ന് വിളിക്കണ്. അമ്മയെ മാത്രമല്ല അച്ഛനെയും കൊണ്ടുവരണമെന്ന്. അടുത്ത മാസം കണ്ടുപിടിച്ച് കൊടുക്കാന്ന് പറ. ഇപ്പൊ പോകാൻ പറ. എന്ത് പറയാനാ അമ്മ? കുറച്ചേരം കിടക്കണ വെള്ളം ഉണ്ടാക്കട്ടെ, അത് കഴിയുമ്പോ അങ്ങ് പൊക്കോളും. അമ്മ മിനിമം അമ്മയെങ്കിലും കാണാൻ അങ്ങനെ പോകില്ല. എനിക്ക് വയ്യ അവിടെ വന്ന് അലക്കാൻ. ഞാൻ വിചാരിച്ചു ലോകത്തെ ഏറ്റവും വലിയ ബഹളക്കാരൻ നിങ്ങളുടെ അച്ഛനാന്നാ. ഓ അച്ഛനെന്തോ എത്രയോ ഭേദം. ഇയാളെ കൊണ്ട് ഒരു രക്ഷയില്ലാട്ടാ. അയാളവിടെ ഭയങ്കര റോങ് സംസാരം ഉണ്ടമ്മ. നമ്മൾ എല്ലാവരും കൂടി ഒത്തു കളിച്ച് അയാളെ മോളെ നമ്മ തട്ടിയെടുത്തുന്നു. കൂടെ ഏതോ ഒരുത്തനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ബാസ്യങ്ങളോട് നിൽപ്പുണ്ട്. അമ്മ ഒന്ന് വന്ന് സംസാരിക്കുമോ? അമ്മ എന്റെ വിദ്യയാണ് ഇതെല്ലാം ഞാൻ അനുഭവിക്കേണ്ടതാണ്. അമ്മ അമ്മേനെ ഇപ്പൊ വിളിച്ച് വേറെ ഒന്നല്ല. ഞാൻ അവിടെ നിന്ന് എന്റെ കൺട്രോൾ ഞാൻ എന്തെങ്കിലും ചെയ്യും. പിന്നെ ഭാര്യയുടെ അച്ഛനെ തല്ലിയെന്നുള്ള ചീത്തപ്പേര് എനിക്ക് കിട്ടും. ചീത്തപ്പേര് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനെ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവൾ എന്നെ നിറഞ്ഞ മനസ്സോടെ സ്നേഹിക്കില്ല. അതുകൊണ്ട് അമ്മ അടുത്ത് വരാൻ പറഞ്ഞു. എനിക്ക് പ്രാന്ത് പിടിക്കണമ്മ. ഞാൻ വരാം. ഞാൻ ഒന്നും സംസാരിക്കാനൊന്നും നിൽക്കില്ല. എന്നെ കൊണ്ട് വൈകാണ്. വന്ന മാമ അമ്മ സംസാരിച്ചു. വരാം. നിന്റെ അച്ഛനെ തന്നെ കാണണം. എനിക്ക് അയാളെ മീറ്റ് ചെയ്യണം. നിങ്ങൾ അതിനെല്ലാവരും അങ്ങോട്ട് കൂടെ നോക്കണത്. അവനങ്ങോട്ട് വിളി. അവൻ വന്നാലേ ശരിയാവും. ബാസ്യങ്ങൾ അച്ഛൻ വിടില്ല. എവിടെ പോയി? ഹിമാലയത്തിൽ പോയി. അത് തന്നെ അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടിരിക്കുന്നത് അല്ലേ? ഹലോ ഈ വക നമ്പറൊന്നേ ഞങ്ങളുടെ അടുത്ത് നടക്കൂല കേട്ടോ. ഞാനൊരു ബിസിനസ്സുകാരനാ. ഇതിനപ്പുറം നമ്പർ കളിച്ചിട്ടുള്ള ആളാ. ഇവന്റെ അച്ഛനെ ഫോണും സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഇതിനകത്തുണ്ടെന്ന് എനിക്ക് അറിയാം. വിളി അയാളെ. നിനക്കും അയാൾ അകത്തുണ്ടെന്ന് അറിയാന്ന് എനിക്ക് അറിയാം. ദേ ഇവനും ഇവന്റെ അച്ഛനും കൂടി വേറെ ആൾക്കാരെ മുന്നിൽ നിർത്തിയിട്ട് കല്യാണം നടത്തിയതാ അല്ലടാ. വേറെ ആളെ മുന്നിൽ നിർത്തിന്നാ? ആരെ മുന്നിൽ നിർത്തിയെന്നാ അങ്ങളീ പറയണേ? ദേ ഈ തണ്ടി ഞാനാ. ഇയാളെ ഈ കുടുംബമായിട്ട് ആത്മാന്തോളം ആളല്ലേ. ഇവരുടെ അച്ഛന്റെ അടുത്ത സുഹൃത്തുമല്ലേ. നമ്മളെ പിന്നെ മച്ചാ കമ്പനി തന്നെ. അതൊക്കെ വേറെ കാര്യം. താനല്ലടോ മുന്നിൽ നിന്ന് ഈ കല്യാണം നടത്തിയത്? മുന്നിൽ നിന്നല്ല, സൈഡിൽ നിന്ന് ചെറുതായിട്ട് നടത്തി.
എന്നിട്ട് ദേ ഇവരൊന്നും അറിഞ്ഞില്ല. നെറികെട്ട കള്ളക്കൂട്ടങ്ങള്. ദേ സംസാരിക്കുമ്പോ വാക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്ന് ഞാൻ ആദ്യം മുതലേ പറയണ്. എല്ലാവരും ഒന്ന് നിർത്താവോ? ഒന്ന് നിർത്ത്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. ഞാനും എൻ്റെ ഭർത്താവും മനഃപൂർവ്വം കരുതി കൂട്ടി തന്നെയാണ് ഈ കല്യാണം നടത്തിയത്. ദേ കണ്ടില്ലേ? പറയട്ടെ, അതിന് ഇടനിലക്കാരനായി നിർത്തിയതാണ് ഈ ബാസേണ്ണനെ. ഞാൻ എങ്ങനെയാടാ? നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. ബഹളം വെക്കല്ല, ഞാൻ ഒന്ന് പറഞ്ഞു തീർക്കട്ടെ. നമ്മൾ ഇതെല്ലാം ചെയ്തത് നിങ്ങളെ പണത്തിന് വേണ്ടി തന്നെയാ. നിങ്ങളെ പണം കണ്ടിട്ടാണ് നമ്മൾ ഈ കല്യാണം നടത്തിയത്. കണ്ട ഓരോന്നേ പുറത്തു വരുന്ന കണ്ട. ഒന്ന് പോവാ. പപ്പയ്ക്കും മോക്കും മരത്തള്ളിൽ ഇന്ന് സംസാരിക്കാൻ പിന്നീട് ഞാൻ സമയം തരാം. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയട്ടെ. അപ്പോ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ മോൾക്ക് കൊടുക്കാനുള്ള കംപ്ലീറ്റ് സ്വത്തും അവൾക്ക് എഴുതി കൊടുക്കണം. സ്വത്തുക്കൾ മാത്രമല്ല, ഒരുപാട് ബിസിനസ് ഉണ്ടെന്നല്ലേ പറഞ്ഞ, ആ ബിസിനസ് സ്ഥാപനങ്ങളുടെ എല്ലാ പവർ ഓഫ് അറ്റോർണി അവരുടെ പേരിലേക്ക് ആക്കണം. കൊള്ളാം, ബെസ്റ്റ്. വരട്ടെ ലിസ്റ്റ് വരട്ടെ, ഓരോന്നേ പറ, എല്ലാം എഴുതി തരാം. നമ്മളിതെല്ലാം അറേഞ്ച് ചെയ്തിട്ട് തന്നെയാണ് ഈ കല്യാണത്തിന് ഇറങ്ങി തിരിച്ചത്. വക്കീലെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, എല്ലാം സെറ്റാണ്. ഉടൻ തന്നെ വക്കീൽ നോട്ടീസ് വീട്ടിലേക്ക് വരും. കേസിനെങ്ങാനും പോയാ നാറുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കും, നമ്മൾ ആറില്ല. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, എന്റെ കെട്ടിയാനും കാണാതൊന്നും പോയിട്ടില്ല. അങ്ങനെ എന്റെ തറവാട്ടിലെ മച്ചിന്റെ മുകളിൽ ഇരിക്കുന്നുണ്ട്. എപ്പോ വിളിച്ചാലും ഇങ്ങോട്ട് വരും. കേസൊക്കെ കൊടുത്തോ? ഒരുപാട് കേസുകൾ കണ്ടിട്ടുള്ളതാ. എൻ്റെ എതിരെ കേസ് കൊടുത്തവരൊന്നേ ഇപ്പൊ എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. പിന്നെ ഭർത്താവ്, ഇപ്പൊ ഭർത്താവിനെ കാണാനില്ലെന്നല്ലേ ഉള്ളൂ. എന്നോട് കളിച്ചാലേ വിധവയായിട്ട് നടക്കേണ്ടി വരും, ഓർത്തോ. മോളെ പപ്പ പോട്ടെ. പോലായിരുന്നു